പാതിവില തട്ടിപ്പ് കേസിൽ ഇ.ഡി. കുറ്റപത്രം തയ്യാറാകുന്നു. ഇതടക്കം 15 കേസുകൾ മാർച്ച് 15-കം കുറ്റപത്രം സമർപ്പിക്കും. പാതിവില തട്ടിപ്പ് കേസിൽ കള്ളപ്പണത്തിന്റെ പങ്ക് പറ്റിയ കൂടുതൽ പേരിലേക്കുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അന്വേഷണം അവസാന ഘട്ടത്തിലെത്തിയതും പൂർത്തിയായതുമായ കൊച്ചി ഇ.ഡി. യൂണിറ്റ് അന്വേഷിക്കുന്ന 15 കേസുകളിലാണ് മാർച്ച് 15-നകം കലൂർ PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. പല കേസുകളിലും കുറ്റപത്രത്തിന്റെ ഡ്രാഫ്റ്റ് തയ്യാറായി. പാതിവില തട്ടിപ്പ് കേസിൽ വ്യാപക റെയ്ഡുകൾ നടത്തി നിരവധി തെളിവുകൾ ഇ.ഡി. കണ്ടെടുത്തിരുന്നു. പാതിവില തട്ടിപ്പിന്റെ സൂത്രധാരൻ ആനന്ദകൃഷ്ണനെ 1-ാം പ്രതിയും NGO കോൺഫെഡറേഷൻ ചെയർമാൻ KN ആനന്ദകുമാറിനെ 2-ാം പ്രതിയാക്കിയും ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടർച്ചയായിരുന്നു ഇ.ഡിയും ECI രജിസ്റ്റർ ചെയ്തത്. 8000-ഓളം പരാതികളുള്ള കേസിൽ 1000 കോടിയോളം രൂപയാണ് ഇരുചക്ര വാഹനങ്ങൾക്കടക്കം പകുതി വില നൽകിയവർക്ക് നഷ്ടപ്പെട്ടത്. ഇതിനൊപ്പം അപ്പോളോ ജ്വല്ലറി ഗ്രൂപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിലും ലക്ഷദ്വീപിൽ നിന്ന് കടൽ വെള്ളരി പിടികൂടിയ കേസിലും കുറ്റപത്രം സമർപ്പിക്കും. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തായിരുന്നു അപ്പോളോ ജ്വല്ലറി ഗ്രൂപ്പ് ഡയറക്ടർമാർ നിക്ഷേപകരെ വഞ്ചിച്ചത്. വിവിധ കേസുകളിൽ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്ന നടപടികളും വേഗത്തിലാക്കി. കേരള ബാർ കൗൺസിലിന്റെ അഭിഭാഷക ക്ഷേമനിധി തട്ടിപ്പ് കേസിൽ മുൻ അക്കൗണ്ടന്റ് MK ചന്ദ്രന്റെ സ്വത്തുവകകൾ ഇ.ഡി. കണ്ടുകെട്ടിയിരുന്നു. 1.78 കോടി രൂപയുടെ സ്വത്തുക്കളായിരുന്നു കണ്ടുകെട്ടിയത്. ജനം, കൊച്ചി.